രാജീവ് ദേവർകോവിൽ മുസ്ലിം ലീഗുമായിട്ട് ചർച്ച നടത്തുന്നു, ലീഗിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനാണ് സത്യത്തിൽ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചത്. എൻ്റെ പേരും അതിൽ വരുന്നുണ്ട്. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. കോഴിക്കോട് ഒരു കല്യാണത്തിൽ വെച്ചാണ് ഒരു 5-6 മാസം മുമ്പ് കണ്ടത്. അപ്പോൾ സംസാരിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പോൾ MLA-മാർ, അദ്ദേഹം MLA ആണ്, നിയമസഭയിൽ ആബിദ് ഹുസൈൻ തങ്ങളും അതുപോലുള്ള MLA-മാരും കാണാറുണ്ട്, ഒരുമിച്ച് ചായ കുടിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. അത് രാഷ്ട്രീയ ചർച്ചയായി അംഗീകരിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗ് ഒരാളുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല. അദ്ദേഹം കുറച്ചാളുകളും വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് ആകെ കുറച്ചല്ലേ ഉള്ളൂ. മറ്റൊരു കാര്യം, രാജ്യസഭയിലേക്ക് താങ്കളുടെ പേര് കേൾക്കുന്നുണ്ട്. തങ്ങൾ പറഞ്ഞ തങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ 3 ദിവസം മുമ്പ് പൂക്കോട്ട് വിളിച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ? അതാണ് ഞങ്ങൾ അവസാനത്തെ വാക്ക്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതൊക്കെ കൃത്യമായി തക്ക സമയത്ത് പറയാൻ ഞങ്ങളുടെ പാർട്ടിക്ക് കഴിയും. തങ്ങൾ പറയും, അത് തീരുമാനമാവും. ആരെയാണോ പറയുന്നത് അത് പാർട്ടി അംഗീകരിക്കും. എല്ലാവരെയും. അതൊക്കെ പാർട്ടിയുടെ പരിഗണനയും മുതിർന്ന നേതാക്കന്മാരുമായി തങ്ങൾ ചർച്ച നടത്തുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കും. മീറ്റിംഗ് വേണ്ട അതിന്. അത് തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ. ഇനി മുഖ്യ നേതാക്കന്മാർ, പ്രധാനപ്പെട്ട സീനിയർ ലീഡേഴ്സുമൊക്കെ ആയിട്ട് തങ്ങൾ ആശയവിനിമയം നടത്തിയിട്ട് പ്രഖ്യാപിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ റിസൾട്ട് വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. കഴിഞ്ഞ നിയമസഭയിലും എൻ്റെ പേരുണ്ടായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പിലും പേര് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അംഗീകാരമല്ലേ? ഇപ്പോഴത്തെ ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ലേ? അതിലും വലിയ അംഗീകാരം എന്താ വേണ്ടത്? പാർലമെൻ്ററി രംഗത്ത് എന്താണ് എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ പാർട്ടി എന്താണോ പറയുന്നത് അതിൻ്റെ കൂടെ ഉണ്ടാവും.